ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് സുപ്രീംകോടതി ജൂൺ 1 വരെ ഇടക്കാല ജാമ്യം അനുവദിച്ചു. മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട ഇഡി കേസിലാണ് ഉപാധികളോടെ ജാമ്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം രാജ്യത്ത് പുരോഗമിക്കുന്നു. വോട്ടിംഗ് ശതമാനം പുറത്തുവിടുന്നതിലെ കാലതാമസം സംബന്ധിച്ച കോൺഗ്രസിന്റെ ആരോപണങ്ങൾ തള്ളി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളത്തിൽ ഈ അക്കാദമിക വർഷം മുതൽ 4 വർഷ ബിരുദ കോഴ്സുകൾ ആരംഭിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. സംസ്ഥാനത്ത് വീണ്ടും സൂര്യാഘാതമേറ്റ് മരണം. തിരുവനന്തപുരം പാറശാലയിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ് കുഴഞ്ഞുവീണ് മരിച്ചത്. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് സുപ്രീംകോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചു. മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട ഇഡി കേസിൽ ജൂൺ 1 വരെയാണ് ഉപാധികളോടെ 21 ദിവസത്തെ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നതിനായി ജാമ്യം അനുവദിക്കണമെന്നാണ് അദ്ദേഹം സുപ്രീംകോടതിയോട് ആവശ്യപ്പെട്ടത്. ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, ദീപാങ്കർ ദത്ത എന്നിവരാണ് ഹർജി പരിഗണിച്ചത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ജാമ്യാപേക്ഷയെ ശക്തമായി എതിർത്തു. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് വൈകിപ്പിച്ചതിൽ ഇഡിക്ക് നേരെ കോടതി വിമർശനം ഉന്നയിച്ചു. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രിക്കെതിരെ 2022 ഓഗസ്റ്റിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തെങ്കിലും അറസ്റ്റ് ചെയ്യാൻ 2024 മാർച്ച് 21 വരെ വൈകിയത് എന്തുകൊണ്ടാണെന്ന് കോടതി ആരാഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസോ ഡൽഹി സെക്രട്ടേറിയറ്റോ സന്ദർശിക്കരുത്, ഔദ്യോഗിക ഫയലുകളിൽ ഒപ്പിടരുത് തുടങ്ങിയ ഉപാധികളോടെയാണ് ജാമ്യം. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ അരവിന്ദ് കെജ്രിവാളിന് പങ്കെടുക്കാം. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകിയ സുപ്രീംകോടതി തീരുമാനം ഭരണഘടനയിൽ വിശ്വാസമുള്ള എല്ലാവർക്കും പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണെന്ന് ആം ആദ്മി പാർട്ടി നേതൃത്വം പ്രതികരിച്ചു. ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള നീക്കത്തിനേറ്റ തിരിച്ചടിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കെജ്രിവാളിന്റെ ജാമ്യം ജനാധിപത്യത്തിന് ശുഭപ്രതീക്ഷ നൽകുന്നതാണെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ പ്രതികരിച്ചു. രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവശേഷിക്കുന്ന ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ കക്ഷികൾ. 4ാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് മഹാരാഷ്ട്ര, തെലങ്കാന സംസ്ഥാനങ്ങളിൽ പൊതുസമ്മേളനങ്ങളെ അഭിസംബോധന ചെയ്തു. കോൺഗ്രസ് നേതാക്കളായ പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവർ ഉത്തർപ്രദേശിൽ പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനം പുറത്തുവിടുന്നതിലെ കാലതാമസം സംബന്ധിച്ച കോൺഗ്രസിന്റെ ആരോപണങ്ങൾ തള്ളി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടിംഗ് ശതമാനം പുറത്തുവിടുന്നതിലെ കാലതാമസം ആസൂത്രിതമാണെന്ന് കാണിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. ആരോപണങ്ങൾ അനാവശ്യമാണെന്നും ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രചാരണം നടത്തരുതെന്നും കമ്മീഷൻ അഭ്യർത്ഥിച്ചു. കേരളത്തിൽ ഈ അക്കാദമിക വർഷം മുതൽ 4 വർഷ ബിരുദ കോഴ്സുകൾ ആരംഭിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. ബിരുദ പഠന കോഴ്സുകളിൽ അടിസ്ഥാനപരമായി മാറ്റം വരുത്തുന്ന വിധത്തിലാണ് 4 വർഷ കോഴ്സുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. 3 വർഷം കൊണ്ട് 133 ക്രെഡിറ്റുകൾ ആർജിച്ചാൽ വിദ്യാർത്ഥികൾക്ക് ബിരുദം നേടി പുറത്തിറങ്ങാം. 4ാം വർഷം ഗവേഷണാത്മക പ്രവർത്തനങ്ങളും ഇന്റേൺഷിപ്പും പ്രോജക്ടുകളും ഉൾപ്പെടെ 177 ക്രെഡിറ്റ് ആർജിച്ചാൽ ഓണേഴ്സ് ബിരുദം ലഭിക്കും. മിടുക്കരായ വിദ്യാർത്ഥികൾ 2.5 വർഷം കൊണ്ട് ബിരുദം പൂർത്തീകരിക്കാനും ഇതിൽ അവസരമുണ്ട്. മെയ് 20 മുമ്പായി അപേക്ഷ ക്ഷണിക്കുമെന്നും ജൂൺ 15 ട്രയൽ റാങ്ക് ലിസ്റ്റും അവസാന റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ജൂൺ 20 മുതൽ പ്രവേശനം ആരംഭിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന X ഹാൻഡിലും സന്ദർശിക്കാം. സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമായ 2024 കേരള പുരസ്കാരങ്ങൾക്ക് നാമനിർദ്ദേശം ക്ഷണിച്ചു. കേരള ജ്യോതി, കേരള പ്രഭ, കേരളശ്രീ എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. കേരള പുരസ്കാരം .kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ ജൂലൈ 31 വരെ നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കാം. 2024 കേരള പിറവി ദിനത്തോടനുബന്ധിച്ചാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുക. ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ സർക്കാരിന്റെയും സമൂഹത്തിന്റെയും ഉത്തരവാദിത്തമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ജോലിക്കിടെ കൊല്ലപ്പെട്ട ഡോക്ടർ വന്ദന ദാസിനോടുള്ള ആദരസൂചകമായി കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയുടെ പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്
ഡോക്ടർ വന്ദനദാസിന്റെ പേര് നൽകി സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള കോഡ് ഗ്രേ പ്രോട്ടോകോൾ രാജ്യത്ത് ആദ്യമായി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളമെന്നും മന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വ്യാജ പ്രചാരണം നടത്തിയ കെപിസിസിക്കെതിരെ നടപടിയെടുക്കണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. പ്രധാനമന്ത്രി സഞ്ചരിക്കുന്ന സുരക്ഷാ ഹെലികോപ്റ്ററുകൾ പണം കടത്താൻ ഉപയോഗിക്കുമെന്ന ആരോപണത്തിലൂടെ കോൺഗ്രസ് രാജ്യത്തിന്റെ സൈന്യത്തെയാണ് അപമാനിക്കുന്നതെന്നും വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടണമെന്നും ശ്രീ കെ സുരേന്ദ്രൻ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് വീണ്ടും സൂര്യാഘാതമേറ്റ് മരണം. തിരുവനന്തപുരം പാറശാല പ്ലാമുട്ടുകടയിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ ഫ്രാൻസിസാണ് കുഴഞ്ഞുവീണ് മരിച്ചത്. ജോലിസ്ഥലത്ത് കുഴഞ്ഞുവീണ ഫ്രാൻസിസിന്റെ ശരീരമാകെ പൊള്ളിയ നിലയിലായിരുന്നു. ഉടൻ പാറശാല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇടയ്ക്ക് വിശ്രമിച്ച ശേഷമാണ് പണിയെടുത്തിരുന്നതെന്ന് ഒപ്പമുണ്ടായിരുന്ന തൊഴിലാളികൾ പറഞ്ഞു. മലപ്പുറം മേൽമുറിയിൽ 2 കുട്ടികൾ ക്വാറിയിൽ മുങ്ങി മരിച്ചു. ബന്ധുവീട്ടിലെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ പുളിക്കൽ സ്വദേശി ഷെരീഫിന്റെ മകൾ റഷ, പൂക്കോട്ടുപാടം സ്വദേശി ജംഷീറിന്റെ മകൾ ദിയ, ഫാത്തിമ എന്നിവരാണ് മരിച്ചത്. സഹോദരിമാരുടെ മക്കളാണ് മരിച്ച പെൺകുട്ടികൾ. സംസ്ഥാനത്ത് അടുത്ത 4 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് വയനാട് ജില്ലയിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലും മറ്റന്നാൾ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. ഇടിമിന്നൽ മുന്നറിയിപ്പുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതേസമയം തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വൈകിട്ട് 7:30 അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് മത്സരം. പോയിന്റ് പട്ടികയിൽ ചെന്നൈ 4-ാമതും ഗുജറാത്ത് 10-ാം സ്ഥാനത്തുമാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 260 പോയിന്റ് ഉയർന്ന് 72,664-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 97 പോയിന്റ് ഉയർന്ന് 22,055-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവിലയിൽ ഇന്ന് വർധനവ് രേഖപ്പെടുത്തി. ഗ്രാമിന് 85 രൂപ കൂടി 6,700 രൂപയും പവന് 680 രൂപ വർദ്ധിച്ച് 53,600 രൂപയും ആണ് ഇന്നത്തെ വില. മലപ്പുറം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്ത വൈറൽ ഹെപ്പറ്റൈറ്റിസ് ബാധയ്ക്കെതിരെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക. ഇന്ന് രാവിലെ ചാലിയാർ പഞ്ചായത്തിൽ രോഗം ബാധിച്ച് ഒരാൾ മരിച്ചിരുന്നു. ജില്ലയിൽ ഈ വർഷം ജനുവരി മുതൽ 3,184 സംശയാസ്പദമായ വൈറൽ ഹെപ്പറ്റൈറ്റിസ് കേസുകളും 1,032 സ്ഥിരീകരിച്ച കേസുകളുമാണ് റിപ്പോർട്ട് ചെയ്തത്. അതിൽ സംശയാസ്പദമായ 5 മരണങ്ങളും സ്ഥിരീകരിച്ച 5 മരണങ്ങളും ഉണ്ടായതായും മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നു. ശബരിമല മാസപൂജയ്ക്കായി എത്തുന്ന ഭക്തരുടെ സ്നാനഘട്ടമായ പമ്പ ത്രിവേണിയിലെ ജലനിരപ്പ് താഴ്ന്നതിനാൽ ഇടവമാസ പൂജയുടെ പശ്ചാത്തലത്തിൽ പമ്പ, കൊച്ചുപമ്പ ഡാമുകൾ തുറന്നുവിടാൻ പത്തനംതിട്ട ജില്ലാ കളക്ടർ ഉത്തരവായി. 13 രാവിലെ 6 മുതൽ 19 വരെ പ്രതിദിനം 25,000 ക്യൂബിക് മീറ്റർ വെള്ളം വീതമാണ് തുറന്നുവിടുന്നത്. ഈ സാഹചര്യത്തിൽ പമ്പ ത്രിവേണിയിലെ ജലനിരപ്പ് ഏകദേശം 5 സെന്റിമീറ്റർ ഉയരാനുള്ള സാധ്യതയുള്ളതിനാൽ വൃഷ്ടിപ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണം. വയനാട് തലപ്പുഴ ചെറക്കരയിൽ വയലിൽ കെട്ടിയിരുന്ന പശുക്കിടാവിനെ കടുവ കടിച്ചുകൊന്നു. അത്തിക്കാപ്പറമ്പിൽ AP അബ്ദുറഹ്മാന്റെ 8 മാസം പ്രായമുള്ള പശുക്കിടാവിനെയാണ് കടുവ കൊന്നത്. പ്രദേശത്ത് വനം വകുപ്പ് തിരച്ചിൽ നടത്തിയെങ്കിലും കടുവയെ കണ്ടെത്താനായില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് സുപ്രീംകോടതി ജൂൺ 1 വരെ ഇടക്കാല ജാമ്യം അനുവദിച്ചു. മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട ED കേസിലാണ് ഉപാധികളോടെ ജാമ്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം രാജ്യത്ത് പുരോഗമിക്കുന്നു. വോട്ടിംഗ് ശതമാനം പുറത്തുവിടുന്നതിലെ കാലതാമസം സംബന്ധിച്ച കോൺഗ്രസിന്റെ ആരോപണങ്ങൾ തള്ളി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളത്തിൽ ഈ അക്കാദമിക വർഷം മുതൽ 4 വർഷ ബിരുദ കോഴ്സുകൾ ആരംഭിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. സംസ്ഥാനത്ത് വീണ്ടും സൂര്യാഘാതമേറ്റ് മരണം. തിരുവനന്തപുരം പാറശാലയിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ് കുഴഞ്ഞുവീണ് മരിച്ചത്. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.